കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവൈലിൽ ഈ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 8-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക. അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ്: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക. ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം. അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവും അവർ എടുക്കട്ടെ. പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം. പ്രിയമുള്ളവരെ, ലേവ്യരുടെ സമർപ്പണം ഒരു പ്രത്യേകമായ ക്രമീകരണമാണ്. ലേവ്യർ കർത്താവിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളാണ്. 24 മണിക്കൂറും ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവർ. അവർക്ക് മാത്രമേ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ, പ്രത്യേകിച്ച് അതിവിശുദ്ധ സ്ഥലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ ഒരുക്കുന്നതിനും അവിടെയുള്ള ദീപപീഠങ്ങൾ സജ്ജീകരിക്കുന്നതിനും ഒക്കെയുള്ള അധികാരം ലേവ്യർക്ക് മാത്രമാണ്. അത് വലിയൊരു ശുശ്രൂഷയും സമർപ്പണവുമായിട്ടാണ് കർത്താവ് കരുതുന്നത്. അപ്പോൾ അവർക്ക് മാത്രമേ അവിടെ പ്രവേശിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ അതൊരു അധികാരമല്ല, മറിച്ച് ലേവ്യർ അത്രമാത്രം സമർപ്പണം നടത്തണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തിരുസഭയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷാ മേഖലയിലൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരമെല്ലാം സമർപ്പണമാണ്. പരിശുദ്ധ മാർപ്പാപ്പമാർ പോലും അവരുടെ ശുശ്രൂഷയെ ഒരു ദാസനടുത്ത സമർപ്പണമായിട്ടാണ് കാണുന്നത്. ദാസരുടെ ദാസൻ എന്നാണ് ആ ഒരു വിളിപ്പേര് തന്നെ. അപ്പോൾ എല്ലാം ഒരു സമർപ്പണമാണ്. ഇതൊന്നും ഒരു അധികാരത്തിൻ്റെ ഭാവമല്ല എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം. അവിടെയാണ് ഒരു വ്യക്തിയുടെ മനോഭാവങ്ങളിൽ വ്യത്യാസമുണ്ടാകേണ്ടത്. ലേവ്യർ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായി അവർ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ഒരു വിശുദ്ധീകരണം സാധ്യമല്ല. അപ്പോൾ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്ന എല്ലാവരെയും അവരായിരിക്കുന്ന മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് നമ്മെ മാറ്റിയെടുക്കുക. അങ്ങനെ ആ മാറ്റിയെടുക്കലിലൂടെയാണ് ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായും ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത്. പല സ്വരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ദൈവസ്വരത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുകയില്ല. അങ്ങനെ ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിച്ച് പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുകയും ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങളൊക്കെ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയുമൊക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാളക്കുട്ടിയെയും ധാന്യബലിക്കായി എണ്ണ ചേർത്ത നേരിയ മാവുമെല്ലാം എടുത്ത് ഒരു പാപപരിഹാര ബലി സമർപ്പിക്കുകയാണ്. കാരണം ഇന്ന് വരെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ, ആ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടേണ്ടതും പരിഹരിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ പരിഹരിക്കപ്പെട്ട ഒരു ജീവിത തലത്തിലാണ് അവർ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നുള്ള വേർതിരിവും വിശുദ്ധീകരണവും അത് എല്ലാ ശുശ്രൂഷകൾക്കും വളരെ പ്രധാനപ്പെട്ടൊരു തലമാണ്. നമ്മളായിരിക്കുന്ന, നമുക്ക് വളരെ സുരക്ഷിതത്വമുള്ള ഒരു തലത്തിൽ നിന്ന് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം മാറ്റി നിർത്തപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ തലം തന്നെയാണ്. അപ്പോൾ സമർപ്പണത്തിൻ്റെ മേഖലകളെ കുറേ കൂടി വികസിപ്പിക്കുവാനും അതിൽ കൂടുതൽ ആഴത്തിൽ നമുക്കതിലേക്ക് എത്തിച്ചേരുവാനായിട്ടും ഈ സമർപ്പണം നമ്മെ സഹായിക്കും. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ആദർശിച്ച്.